ഡോക്ടർ അൻവർ അലി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ IMAയുടെ അടുത്ത കാലത്ത് ഒരു കണക്കിൽ പറഞ്ഞത് 400-ലധികം ചെറിയ ചെറിയ ആശുപത്രികൾ പൂട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഈ പുതിയ ആശുപത്രി സംവിധാനം വരാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പുതിയ മെഷീനറി കൊണ്ടുവരണമെങ്കിൽ അതിന് ഒരുപാട് പണം വേണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളല്ല ഈ ബ്ലാക്ക് സ്റ്റോണും അതുപോലെ KKR ഒന്നും. അപ്പോൾ ഈ കമ്പനികളൊക്കെ കേരളത്തിൽ വന്ന് പല ആശുപത്രികളും ടേക്ക് ഓവർ ചെയ്തു. അവർ എന്തായാലും ഇപ്പോൾ 4000 കോടിക്കോ 2000 കോടിക്കോ ഒരു സ്ഥാപനം ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായ കുറച്ച് വർഷങ്ങൾ കാണും. അതിനകം ഈ പണം തിരിച്ചെടുത്തേ പറ്റൂ അവർ, കാരണം അവർക്ക് ഇന്ത്യയിൽ വേറെ താല്പര്യമൊന്നും കാണില്ലല്ലോ. ഈ വരുന്ന കമ്പനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം എക്കണോമിക് പ്രൈവറ്റ് ഇക്വിറ്റീസ് മാത്രമാണ്. അവരൊരു ഹെൽത്ത് കെയർ കമ്പനി അല്ല. ഇവർക്കൊന്നും ഇപ്പോൾ അമേരിക്കൻ കമ്പനീസാണ് രണ്ടും, അവർക്കൊന്നും അമേരിക്കയിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അതേസമയം ഇന്ത്യയിൽ അവർ കാര്യമായിട്ട് ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ആയാലും അവർക്ക് ക്വാളിറ്റി കെയർ ഇന്ത്യ എന്നുള്ളൊരു പൊട്ടൻഷ്യൽ ഷിപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അവരത് ചെയ്യുന്നത്. അതുപോലെ തന്നെ KKR, ഇതൊക്കെ അവർ ചെയ്യുന്നത് ഇവിടെ നിലവിലുള്ള കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒന്ന്, ഹെൽത്ത് ലിറ്ററസി നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലുള്ള ഇൻക്രീസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഹെൽത്ത് അവയർനെസ് കൂടുതലായതുകൊണ്ട് രോഗികൾ അത് കുറെ കൂടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതും കൂടി ഒരു ഫാക്ടറാണ്. ഈ സാധാരണ ഒരു മനുഷ്യൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അവൻ ഭയപ്പെടുന്ന. കാരണം ഈ അടുത്തിടെ എനിക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാനത് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സംഭവം ഇത്രയായിരുന്നു, അവരൊരാൾക്ക് ഒരു സർജറി ഫിക്സ് ചെയ്ത് തീയതിയും കൊടുത്തു. അപ്പോൾ അവർ എന്നെ തന്നെ അവർ കോണ്ടാക്ട് ചെയ്തു വേറൊരു സർജനോട് ഒരു ബന്ധപ്പെടാനായിട്ട്. അപ്പോൾ ആ സർജൻ നോക്കിയിട്ട് പറഞ്ഞു, ഇവർ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ പോകൂ, മരുന്ന് കഴിച്ചാൽ നോക്കിയാൽ മതി, ഇപ്പോൾ തൽക്കാലം സർജറി വേണ്ട, ബാക്കി കാര്യം ഞാൻ SKയോട് പറയാമെന്ന് പറഞ്ഞു. രാത്രിയിലെ ഒരു വെള്ളിടി പോലെ അദ്ദേഹം ഒരു 11 മണിക്ക് എന്നോട് പറഞ്ഞ ഡയലോഗ് കേട്ട് ഞാൻ ഒരു അരമണിക്കൂർ തരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ രോഗിയെ ശസ്ത്രക്രിയ ചെയ്താൽ അടുത്ത ദിവസത്തിനുള്ളിൽ അയാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ അപ്പം മറ്റേ ആശുപത്രി ഒരു വമ്പൻ ഹോസ്പിറ്റലാണല്ലോ ഇവർക്ക് സർജറി ഫിക്സ് ചെയ്തത് എന്ന് പറഞ്ഞു. അദ്ദേഹം മറുപടി എന്നറിയുമോ, ആ ആശുപത്രിക്ക് അത് ആവശ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു, രോഗിക്കല്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആ മനുഷ്യ ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് ഒരാഴ്ചയായുള്ളൂ. ഈ സബ്ജക്റ്റ് കൊണ്ടുവരാൻ പോലും എന്നെ പ്രേരിപ്പിച്ചത് ശരിക്കും ഈ സംഭവമാണ്. പിന്നീടാണ് ഞാൻ ഇത്തരം കടന്നുവരവുള്ള ഈ ബഹിരാഷ്ട്ര കുത്തകൾ കമ്പനി, തദ്ദേശമായ കുത്തകൾ, കൃഷ്ണ പ്രോജക്റ്റിനെ പോലെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സിലേക്കുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഗുണവശങ്ങൾ പലതുമുണ്ട്. നമ്മൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൂടും, ബെഡ് സ്ട്രെങ്ത് കൂടും, ഫെസിലിറ്റീസ് കൂടും എന്നുള്ളത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അർബൻ ഏരിയാസിൽ മാത്രം, മെട്രോ സിറ്റീസിലോ അല്ലെങ്കിൽ ഹൈ എൻഡ് പേയിങ് കപ്പാസിറ്റി ഉള്ള ഇപ്പോൾ കൊച്ചി, എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള വലിയ വലിയ സിറ്റികളിലോ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ ആയിട്ട് പരിമിതപ്പെടും. ചെറിയ സ്ഥലങ്ങളിൽ, റൂറൽ ഏരിയാസിൽ ഇങ്ങനെയുള്ളത് വരാൻ ചാൻസ് കുറച്ച് കമ്മിയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ സാധാരണഗതിയിൽ ഇത് ഒരു ഫോറിൻ ഇക്വിറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി, വെറും എക്കണോമിക്സ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അവർക്ക് എൻട്രി പ്ലാൻ ഉള്ളതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അവർക്കൊരു എക്സിറ്റ് പ്ലാനും ഉണ്ട്. എക്സിറ്റ് പ്ലാനോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. അവർ കോസ്റ്റ്, നമ്മുടെ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എസ്കലേഷൻ്റെ ഒപ്പം തന്നെ അവർ അതിൽ നിന്ന് മാത്രമല്ല ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വേറെ ചില കാര്യങ്ങൾ കൂടി അവരതിൽ ലക്ഷ്യം വെക്കാൻ വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.